റുക്കു അറിയാത്തവരുണ്ടെങ്കിൽ വെറുതെ ചെറിയൊരു കുനിയല്, അങ്ങനെയല്ല, ശരിക്കും ഒരു യജമാനന്റെ മുമ്പിൽ ഒരു അടിയാൻ ചെയ്യുന്ന ഒരു കുനിഞ്ഞു നൃത്തമുണ്ടല്ലോ, ആ നൃത്തമാണ് ഈ റുക്കു. അവിടെ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പുണ്യ നബി തങ്ങൾ പറയും ഖശഅ ലക സമഈ വബസരീ വമുഖീ വഅദുമീ വമസ്തഖല്ലത് ബിഹി ഖദമീ. അല്ലാഹുവേ ഖശഅ ലക സമഈ, എന്റെ ചെവി റബ്ബേ ഭവ്യതയോടുകൂടെ നിനക്ക് വഴിപ്പെട്ടിരിക്കുകയാണ്, പേടിയോടുകൂടെ എന്റെ ചെവി. വബസ്വരി, എന്റെ കണ്ണും നിനക്ക് വേണ്ടി പേടിച്ചിരിക്കുന്നു റബ്ബേ. ഖശഅ ലക, നിനക്ക് വേണ്ടി ഖുശൂഇലാണ് റബ്ബേ. സമഈ വബസ്വരി, കണ്ടില്ലേ, കേൾവിയാണ് ആദ്യം പറയാം, പിന്നെയാണ് കാഴ്ചയെ പറ്റി പറയാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അത്, അതിന്റെ രഹസ്യം എന്താണെന്ന്. സമഈ വബസ്വരി, എന്റെ കേൾവിയും എന്റെ കാതും റബ്ബേ നിനക്ക് വേണ്ടി പേടിയിലാണ് റബ്ബേ. വമുഖീ വഅദുമീ, എന്റെ തലച്ചോറും എന്റെ എല്ലുകളും അല്ലാഹുവേ നിന്നെ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒടിഞ്ഞിരിക്കുന്നത്, മടങ്ങി നിൽക്കുന്നത് പേടിച്ചുകൊണ്ടാണ്. പേടിച്ചു, നമ്മൾ പേടിക്കുമ്പോൾ എങ്ങനെയായി പോകൂലേ അല്ലേ? ഏതെങ്കിലും ഒരു സിംഹം ഏതെങ്കിലും ഒന്ന് ആക്രമിക്കാൻ വരികയാണെങ്കിൽ സങ്കല്പിച്ചു ഉറക്കത്തെ കാണും. ചിലപ്പോ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ നിൽക്കൂലേ, ഒടിഞ്ഞ് കൈയും കാലും മടക്കി വെക്കും. ചിലർ സിംഹത്തെ കണ്ട എന്താ ഒന്നും ചെയ്യേണ്ട, ബാക്കി മുപ്പര് ചെയ്തോളൂ എന്നാ പറയാ. നമ്മൾ എന്നാലും ഒന്ന് ഒടുങ്ങി നിന്ന് കൊടുക്കും. എന്തിനു ഇങ്ങനെ നിൽക്കുന്നത്? മനുഷ്യൻ അങ്ങനെ, ഞാൻ പേടിച്ചിട്ടുണ്ടെന്ന് അതിനർത്ഥം. അങ്ങനെ ഒരു പേടിയിലാണ് മനുഷ്യൻ റുക്കൂ ചെയ്യുന്നത്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ്. ഓരോ പൊസിഷൻ, നിസ്കാരം ഒരു വലിയ കറാമത്താണ്, ഒരു വലിയ മുഅ്ജിസത്താണ്, പുണ്യ നബി തങ്ങൾ തന്ന വലിയൊരു അത്ഭുതമാണ്. അങ്ങനെയാണ്, എന്ത് മനോഹരം. നൃത്തത്തിൽ മുഴുവൻ ഖുർആൻ ആകാശത്ത് നിന്ന് വന്നതാ. അതുകൊണ്ട് മനുഷ്യന്റെ ഹെഡ് മേലോട്ടുള്ള സമയം മുഴുവൻ ഖുർആൻ ഓതുക, ഫാത്തിഹയും സൂറത്തും ഉണ്ടാവുള്ളൂ. ഉജ്ജഹത്തു അതിന്റെ ഇഫ്തിതാഹിയായ ദുആയാണ്. ബാക്കി പിന്നെ ഖുർആന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണത്. സുബ്ഹാനല്ലാഹ്. ബാക്കിയൊക്കെ ദിക്റുകളാണ്. ഓരോ പൊസിഷനിലെയും ദിക്റുകൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ്. ഇരിക്കുന്നത്, മടങ്ങിയിരിക്കുന്നത്, കാലുവെക്കുന്നത് എല്ലാം മനോഹരമാണ്.